കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെയും ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയുടെയും നവീകരണ ജോലികൾ സംബന്ധിച്ച അവലോകന യോഗം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും ദേശീയപാത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം നടന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട വിവിധ ന്യൂനതകൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമുണ്ടായി. അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ദേശീയപാത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. നേരിമംഗലം വനമേഖലയിൽ നിലനിന്നിരുന്ന നിർമ്മാണ തടസ്സങ്ങൾ പരിഹരിച്ചെന്നും അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും എംപി പറഞ്ഞു. NH 185 അടിമാലി മുതൽ കുമളി വരെയുള്ള ദേശീയപാത അതിന്റെ അലൈൻമെന്റ് അപ്രൂവലായി 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി 21 ദിവസക്കാലം അത് സംബന്ധിച്ചുള്ള പരാതി കൊടുക്കാനുള്ള ഒരു ടൈം പീരീഡാണ്. നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യം അടിമാലിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബൈപ്പാസും കൂടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബൈപ്പാസിന്റെ അലൈൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിലവിലുള്ള അലൈൻമെന്റിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഭേദഗതികൾ ജനുവിനാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി അത് അംഗീകരിക്കുന്നതിന് വേണ്ടി MP എന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് ആ ഭേദഗതി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുന്നുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അടിമാലി കുമളി ദേശീയപാതയുടെ തുടക്കം അടിമാലി അമ്പലപ്പടിയിൽ നിന്നും മിനിപ്പടിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഈ ഭേദഗതി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുവാൻ തീരുമാനിച്ചതായി MP പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.